അവരുടെ ഭാഷ പഠിക്കാൻ വേണ്ടി ഒരു ഫിലിപ്പീൻ പെണ്ണിനെ പരിചയപ്പെട്ടു കേട്ടോ. എടി ഭാഷ ഒക്കെ ശരിക്കും പഠിച്ചൊരു 6 മാസം കഴിഞ്ഞിട്ട് വന്നാ പോരെ. ഓ എനിക്ക് ബേജാറൊന്നുമില്ലിക്ക. എനിക്ക് ബംഗാളി ഭാഷ പഠിക്കണമെന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ ടേപ്പ് നടക്കുന്നുണ്ട്. കുറിപ്പ് അടുത്ത ആഴ്ചനെ വരാം. മെസ്സി ആരാ നിനക്കറിയണോ? എന്റെ അമ്മയാണ് മെസ്സി, എന്റെ മോളാണ് മെസ്സി, എന്റെ ഭാര്യയാണ് മെസ്സി. എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം. വെറുതെ കൈ വീശി അങ്ങോട്ട് ചെല്ലാനേ ഒരു പിച്ചക്കാരന്റെ കൂടെ അല്ല അച്ഛനും അമ്മ എന്നെ ഇറക്കി വിട്ടത്. നിന്നെ കെട്ടിയതിന് ശേഷം ഞാനൊരു പിച്ചക്കാരനായി നീ നിന്റെ അച്ഛനോട് എന്ന് പറ. നല്ല പഠിക്കട്ടോ, പരീക്ഷയ്ക്ക് ഫുള്ള് മാർക്ക് വാങ്ങിക്കണം. സൈക്കിളൊക്കെ വാങ്ങി തന്നാണ് വിചാരിച്ചാ മതി. എന്നിട്ട് ഫുള്ള് മാർക്കാണ് മേടിച്ചോ. ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാ ഫാമിലി ഗ്രൂപ്പ് കൂടെ വിടാനാ. എന്നാ ചോയ്ക്ക്. വിവാഹം 2-ാം തീയതി ഉറപ്പിച്ചു. എല്ലാവരും 1-ാം തീയതി രാത്രിയിൽ എത്തണം. സെക്കൻഡ് മാരേജ് പ്ലീസ് കം ഓൺ ഫസ്റ്റ് നൈറ്റ്. വി വിൽ എൻജോയ് ടുഗദർ. താരേ, ഈ ആട്ടുതൊട്ടിൽ എന്തോ ഇവിടെ നാടുന്നേ? കാറ്റുകൊണ്ടായിരിക്കും. ഈ തടിയുടെ സാധനം ചിലപ്പോ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. എന്തോടെ ഇത്ര അണിഞ്ഞൊരുക്കിയിരിക്കുന്നത്? ചേട്ടൻ വരുമെന്ന് പറഞ്ഞില്ലേ, അതാ. ഷാളന്തി ഷോൾ ഇവിടെ ഉണ്ട്. എന്താ ഇടാഞ്ഞ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. അപ്പുറത്തെ വീട് പണി കിടക്കുന്ന കണ്ടില്ലയോ? അതോ അവന്മാര് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വല്ലോ ഇങ്ങോട്ട് വരുന്നുണ്ടോ? കഥ ഒന്നിനടി തുറന്നിട്ടെ. ചേട്ടൻ വരുന്ന സമയമായല്ലോ. ചേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ ഇപ്പൊ വരുമെന്ന്? അതിന് നേരത്തെ അങ്ങ് തുറന്നിട്ട് ഏതെങ്കിലും അവന്മാരെ കട്ടിന്റെ കീടി കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ? എപ്പോട്ടൊക്കെ പോയി നോക്കണോ ഞാൻ? ലിപ്സ്റ്റിക് ഇട്ടിട്ട് കൂടുന്നുണ്ട്. പുതിയ നിയമങ്ങളാ. വീട്ടിൽ ഷോൾ ഇടാൻ പറ്റത്തില്ല, കഥ തുറന്നിടാൻ പറ്റത്തില്ല, എന്തോ ലിപ്സ്റ്റിക് ഇടാൻ പറ്റത്തില്ല. ആരെ വിളിച്ചു കയറി? ഞാൻ ആരെ വിളിച്ചു കയറ്റാനോ? അതോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ ഉണ്ടല്ലോ ഞാൻ. എന്താ ഈ സമയത്തൊക്കെ? ഞാനൊരു പകൽക്കൊള്ളക്കാരനാ. നല്ല ബെസ്റ്റ് ടൈമിങ്. ജീവിക്കാൻ വേണ്ടി കേറിയതാ. ജീവിക്കാൻ വേണ്ടി കയറാൻ ഇതെന്താ ദുബായോ? ദേവിയുടെ ശബ്ദം വെച്ച ആളെ കൂട്ടരുത്. നീ ആയിട്ട് ആളെ കൂട്ടാതിരുത്താ മതി. ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഇന്നലെയോ വല്ലതും കേറിയാ പോരായിരുന്നോ? കൗതുകം ലേശം കൂടിപ്പോയി. മോനെ, എന്താണ് നിന്റെ നാടകത്തിന്റെ പേര്? അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം. എന്താണ്? ശ്രദ്ധിച്ച് കേക്കമ്പാണെ. ചന്തിക്ക് തേക്കണ കുമ്മായം. നല്ല പേര്, നല്ല പേര്. മോനെ, ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞേ. രേഷ്മയസ്. എന്തോന്ന്? പെണ്ണിന്റെ പേര് രേഷ്മയസ്. രേഷ്മയസ്. ആരാണ് രേഷ്മ? ഒരു പെണ്ണ്. ഒരു പെണ്ണ്. ഒരു പെണ്ണിന്റെ പേര് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണിരിപ്പുണ്ടല്ലോ, എന്റെ പേര് പറയാൻ പാടില്ലേ? നിന്റെ പേര് പറയാനല്ലേ പറഞ്ഞത്? ഒരു പെണ്ണിന്റെ പേര് പറയാനല്ലേ പറഞ്ഞത്? ഞാൻ പെണ്ണല്ലേ? ഇടി, അതിന് നീ എന്തൊക്കെ പറഞ്ഞത്? ഒരു പെണ്ണിന്റെ പേര് പറയാനല്ലേ പറഞ്ഞത്? നിന്റെ പേര് പറയാനാണ് പറഞ്ഞത്. വേറൊരു പെണ്ണിന്റെ പേരെന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് നിങ്ങളുടെ അമ്മയുടെ പേര് പറയാറുന്നല്ല, അല്ലെ നിങ്ങളുടെ മോളുടെ പേര് പറയാറുന്നല്ല, പോട്ടെ ഏതെങ്കിലും സഹോദരികളുടെ പേര് പറയാറുന്നല്ല. നമ്മുടെ കുടുംബത്തിൽ പോലും ഇല്ലാത്ത ഒരു പേര്, അതാണ് രേഷ്മ. ആരാണ് രേഷ്മ? രേഷ്മ ആരുമല്ല. ആരുമല്ലാത്ത രേഷ്മേനെ നിങ്ങൾ എന്തിനു പറഞ്ഞു? ഇടി, ഒരു പെണ്ണിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോഴേക്കും എന്റെ വായി വന്നൊരു പേര് രേഷ്മ എന്നായിരുന്നു. അങ്ങനെ ഒരാളില്ലടി. അങ്ങനെ ഒരാളില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ വായിൽ ആ പേര് വന്ന്? 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫോൺ നിങ്ങൾ യോഗ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്ന് ടെറസിന്റെ മണ്ട കയറിയെന്ന് അപ്പുറത്തെ വല്ല ബിന്ദുവിനെ നോക്കുന്ന എന്തിനാ? അത് യോഗാചാര്യം പറഞ്ഞു, നമ്മൾ യോഗ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ വേണം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഞാൻ അതുകൊണ്ടെങ്ങനെ യോഗ ചെയ്തപ്പോ ബിന്ദുവിനെ നോക്കി, അല്ലാണ്ട് ഞാൻ ദുരിതാശം വെച്ച് നോക്കിയതല്ല. യോഗാചാര്യം പറഞ്ഞത് അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ബിന്ദുവിനെ നോക്കാനല്ല, ഏതെങ്കിലും ഒരു കേന്ദ്ര ബിന്ദുവിനെ നോക്കിയിട്ട് ചെയ്യാനെന്നാ. അപ്പൊ ആ യോഗാചാര്യൻ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? തലയ്ക്ക് ഭയങ്കര പരിപ്പ്. നല്ല പരിപ്പുണ്ടോ? ഛർദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദിച്ചു. എടോ, അതല്ല, തനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദിക്കാൻ വരുന്നില്ല. ഹേ, ഛർദിക്കാൻ വരുന്നില്ല? ഇല്ല. മുറിവുള്ള ആളല്ലേ? തീറ്റി എടുത്തായിരുന്നു? തീറ്റി എടുക്കാൻ ഞാൻ എന്നെ പെരുമ്പാമ്പ്. എടീ, ഡോർ തുറക്ക് പ്ലീസ്. എത്ര നേരമായി ഞാൻ പുറത്ത് നിൽക്കണു? ഇല്ല, തുറക്കില്ല. എവിടെയായിരുന്നു ഇത്ര നേരം? സമയം 12 മണിയായി. അത് പിന്നെ മുഞ്ചുള്ള ഭാര്യയ്ക്ക് മുഞ്ചുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോയതല്ലേ. എന്താണ് നോക്കണത്? മഞ്ജുള്ള ഗിഫ്റ്റ് എവിടെ? അതിന് മുഞ്ചുള്ള ഭാര്യ എവിടെ?